ചീനിച്ചട്ടി വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് വഴറ്റിയെടുക്കാം. ഇത് സ്വല്പം ഉപ്പൂടിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് മുട്ട വേവിക്കാൻ വെക്കാം. ഇടയ്ക്കൊന്ന് ഇതെടുത്ത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഈ പരുവാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് 2 തക്കാളിക്കയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട ശേഷം ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പൂടി ഇട്ട ശേഷം അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഇട്ട് അതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മുട്ട വരിഞ്ഞതുകൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഈ മുട്ടയുടെ മണ്ടയ്ക്കകത്ത് ഈ ഗ്രേവി എല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് സ്വല്പം മല്ലി ഇലയും കൂടെ അരിഞ്ഞ ശേഷം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്